ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഗെയിമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഗെയിമിന് നേരത്തെ ഒരു അപരൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് ഫ്ലാപ്പി ബേർഡ്. അപ്പോൾ അന്നത്തെ കാലത്ത് ഈ ഗെയിമിന് കുറേ പേര് അഡിക്റ്റ് ആകുകയുണ്ടായി. അപ്പോൾ ഇതറിഞ്ഞ ഇതിൻ്റെ ക്രിയേറ്റർ ഈ ഗെയിമിനെ ആപ്പിൾ സ്റ്റോറിൽ നിന്നും ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും റിമൂവ് ചെയ്യുകയുണ്ടായി. അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് ഫ്ലിപ്പി ബേർഡ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ആർഡുയിനോ നാനോയാണ്. ഡിസ്പ്ലേക്ക് വേണ്ടി ഈ 0.96 ഇഞ്ച് OLED ഡിസ്പ്ലേയും. ഞാനിവിടെ 2 ജമ്പർ വയേഴ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വൈറ്റ് വയർ VDD പിന്നിലോട്ട് കണക്ട് ചെയ്യാം, ബ്ലാക്ക് GND പിന്നിലോട്ടും കണക്ട് ചെയ്യാം. ഒരു ചുവപ്പ് വയർ SDK പിന്നിലോട്ടും പിന്നെ ഈ ബ്രൗൺ വയർ SDA പിന്നിലോട്ടും കണക്ട് ചെയ്യാം. അപ്പോൾ ഇനി നമ്മുടെ ആർഡുയിനോ നാനോയുടെ GND പിന്നിലോട്ട് ബ്ലാക്ക് വയർ കണക്ട് ചെയ്യാം. ഇനി വൈറ്റ് വയർ 3V3 എന്ന പിന്നുമായിട്ട് കണക്ട് ചെയ്യാം. ഇനി A5 പിന്നിലോട്ട് ചുവപ്പ് വയർ കണക്ട് ചെയ്യാം. ബ്രൗൺ വയർ A4 പിന്നുമായിട്ടും കണക്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു കണക്ഷൻ എങ്ങനെയുണ്ടെന്ന് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. ഇനി ആർഡുയിനോയുടെ ഡാറ്റ കേബിൾ അതുമായിട്ട് കണക്ട് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ഈ എൻഡിൽ ഒരു OTG കണക്ട് ചെയ്യാം. അപ്പോൾ OTG ഒക്കെ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നവർക്ക് അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ OTG വഴി നമ്മൾ കണക്ട് ചെയ്യുന്ന ഡിവൈസ് ഫോൺ ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ സെറ്റിംഗ്സിൽ പോയിട്ട് OTG കണക്ഷൻ എനേബിൾ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ എനേബിൾ ചെയ്താലും 10 മിനിറ്റ് ആയിട്ടും ഒരു ഡിവൈസും കണക്ട് ചെയ്തില്ലെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായി പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആർഡുയിനോ ഡ്രോയിഡ് എന്നൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഈ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്തേക്ക്. അപ്പോൾ ഇനി ആ കോഡ് കോപ്പി ചെയ്തിട്ട് അത് ഇതിൽ പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇനി ആ മുകളിൽ കാണുന്ന ആ ഒരു ഇടിമിന്നലിൻ്റെ ബട്ടൺ ഉണ്ടല്ലോ, അതിൽ നമുക്ക് പ്രസ് ചെയ്യാം. ഈ പോപ്പപ്പിന് യെസ് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കമ്പൈലേഷൻ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി OTG കണക്ട് ചെയ്തിട്ട് ഇതിൽ അപ്ലോഡ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അലോ ആർഡുയിനോ ഡ്രോയിഡ് ടു ആക്സസ് USB സീരിയൽ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന് നമുക്ക് ഓക്കെ കൊടുക്കാം. അപ്പോൾ കോഡ് ഇവിടെ അപ്ലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ ഡിസ്പ്ലേ കണക്ട് ചെയ്തത് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി ഞാനൊരു ടെസ്റ്റ് കോഡ് ചെയ്തതാണ്. അപ്പോൾ ഇത്ര നേരം നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ നമ്മുടെ ഫ്ലിപ്പി ബേർഡിൻ്റെ കോഡ് നേരത്തെ ചെയ്ത പോലെ തന്നെ കമ്പൈൽ ചെയ്ത് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ 2 കോഡും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇനി ഒരു ഓറഞ്ച് ജമ്പർ വയർ എടുത്തിട്ട് അതിങ്ങനെ 2ആയിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. ഇതൊരു ബട്ടൺ സ്വിച്ച് ആണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ലെഗുകളിലോട്ട് നമുക്ക് ആ ഓറഞ്ച് വയേഴ്സ് കണക്ട് ചെയ്യാം. ഇതിനി ആർഡുയിനോയുടെ D2 പിന്നുമായിട്ട് കണക്ട് ചെയ്യാം. മറ്റേത് GNDയുമായിട്ടും കണക്ട് ചെയ്യാം. അപ്പോൾ ഇനി ഒരു 9 വോൾട്ട് ബാറ്ററി ക്യാപ്പ് എടുത്ത് അതിൻ്റെ പോസിറ്റീവ്, അതായത് റെഡ് വയർ ഒരു യെല്ലോ ജമ്പർ വയറായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഇനി ആർഡുയിനോയുടെ GND പിന്നിൽ നിന്നും വരുന്ന ആ ഓറഞ്ച് വയറില്ലേ, അതിൻ്റെ അവിടെ ബാറ്ററി ക്യാപ്പിൽ നിന്നും വരുന്ന ബ്ലാക്ക് വയർ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഈ കണക്ഷനൊക്കെ ഒന്ന് സോൾഡർ ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. യെല്ലോ ജമ്പർ വയർ നമുക്കിനി ആർഡുയിനോയുടെ VIN പിന്നുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഇനി ഒരു 9 വോൾട്ട് ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഗെയിം വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിന് നമുക്കിനി ഒരു സ്വിച്ച് കൂടി വെക്കാം. അപ്പോൾ ഞാനിവിടെ ആ റെഡ് വയറിൻ്റെയും യെല്ലോ ജമ്പർ വയറിൻ്റെയും ഇടയിലായിട്ട് ഒരു സ്വിച്ച് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുന്നുണ്ട്. ഇതിന് നമുക്കൊരു നല്ല ബോക്സിലാക്കി എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കിത് പെർമനൻ്റ് ആയിട്ട് നമുക്ക് എവിടെയെങ്കിലും വെക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് ബോക്സ് എടുത്തിട്ട് സ്വിച്ചും OLED സ്ക്രീനും ഒക്കെ വെക്കേണ്ട സ്ഥലത്ത് മാർക്കിങ്സ് ഒക്കെ ചെയ്തു. എന്നിട്ട് അതങ്ങോട്ട് കട്ട് ചെയ്തെടുത്തു. ഇനി അതിലോട്ട് സ്വിച്ചും ബാക്കിയുള്ള എല്ലാ കമ്പോണൻസും ഫിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആ സ്വിച്ചിൻ്റെ മുകളിലായിട്ട് ഞാൻ വെക്കുന്ന ഒരു ചെറിയൊരു മോട്ടറിൻ്റെ പുള്ളിയാണ്. അപ്പോൾ അതുണ്ടെങ്കിൽ നമുക്ക് ആ ബട്ടൺ നല്ല നൈസായിട്ട് പ്രസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ ചെറിയൊരു പ്രൊഡക്റ്റ് പോലെ ആക്കിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. പ്രസ് സ്റ്റാർട്ട് ടു പ്ലേ. അപ്പോൾ സ്വിച്ച് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഗെയിം സ്റ്റാർട്ട് ആകുന്നുണ്ട്. ഗെയിം ഓവർ ആയാൽ ഒരു ഡിസ്പ്ലേ വിത്ത് സ്കോർ വരും. ഈ സ്കോർ ഡിസ്പ്ലേ ചെയ്യുന്ന ഈ സ്ക്രീൻ ഒരു 1-2 സെക്കൻഡ് ഇങ്ങനെ നിൽക്കും. എന്നിട്ട് പിന്നെയും പ്രസ് ടു സ്റ്റാർട്ട് വരും.
അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്ത വീഡിയോ എന്തിനെപ്പറ്റി ചെയ്യണമെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ദിസ് ഈസ് മീ ഫെബിൻ പീറ്റർ സൈനിങ് ഓഫ്.